കണ്ണൂർ വിമാനത്താവളത്തിൽ 3 ദിവസമായി വൈദ്യുതി മുടങ്ങി. സബ്സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി എത്തിക്കുന്ന അണ്ടർഗ്രൗണ്ട് കേബിളിൽ തകരാറുണ്ടായതാണ് കാരണം. ജനറേറ്റർ ഉപയോഗിച്ചാണ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, വിമാനത്താവളം പോലെ ഒരു സ്ഥലത്ത് വൈദ്യുതി മുടങ്ങിയിട്ട് 3 ദിവസമായി അത് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണല്ലോ. എന്താണ് സംഭവിക്കുന്നത് അവിടെ? വിജയകുമാർ, ചാവശ്ശേരി സബ്സ്റ്റേഷനിൽ നിന്നാണ് അണ്ടർഗ്രൗണ്ട് കേബിൾ ഉപയോഗിച്ച് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് ആവശ്യമായ വൈദ്യുതി എടുക്കുന്നത്. അതിൽ തകരാർ സംഭവിച്ചു. ഈ അണ്ടർഗ്രൗണ്ട് കേബിളിൽ ഷോർട്ടായി അതങ്ങനെ ഒരു തകരാർ സംഭവിച്ചു എന്നതാണ് KSEB നൽകുന്ന വിശദീകരണം. അത് ഈ അണ്ടർഗ്രൗണ്ട് കേബിൾ ആയതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി എവിടെയാണ് ഷോർട്ട് എന്ന് കണ്ടെത്താൻ അല്പം വൈകി. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നതാണ് KSEB പറയുന്നത്. അതിൽ കോഴിക്കോട് നിന്നുള്ളൊരു സ്പെഷ്യൽ ടീം ഉൾപ്പെടെ എത്തി ആ കാര്യങ്ങൾ അവർ ആ വർക്കിലായിരുന്നു എന്നതാണ് KSEB പറയുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ഈ തകരാർ സംഭവിച്ചിട്ട് 3 ദിവസമായി വൈദ്യുതി വിമാനത്താവളത്തിൽ ഇല്ല. നിലവിൽ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തനം നടക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടില്ല. പക്ഷേ വൈദ്യുതി 3 ദിവസമായി മുടങ്ങുകയാണ്. ഇപ്പോഴും KSEBയുടെ ഈ തകരാർ പരിഹരിക്കുന്നതിന് വേണ്ടി, ഈ നിലവിലെ അണ്ടർഗ്രൗണ്ട് കേബിളിലെ തകരാർ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇന്ന് തന്നെ അത് പരിഹരിച്ച് വിമാനത്താവളത്തിലേക്കുള്ള വൈദ്യുതി തടസ്സം ആ പ്രശ്നം പരിഹരിക്കും എന്നതാണ് KSEB ഘട്ടത്തിൽ വിശദീകരിക്കുന്നത്. വിജയകുമാർ. ജനറേറ്റർ ഉപയോഗിച്ചാണ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ 3 ദിവസമായി നടക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.